പ്രിയ ഡിജിറ്റൽ കൂട്ടുകാരെ, 2026 ജൂലൈ 19 ന്യൂയോർക്ക് ന്യൂയോർക്ക് സിറ്റിയിലെ ന്യൂജേഴ്സി സ്റ്റേഡിയം അഴകുമറിയുകയാണ്. അർജന്റീനയെ ഒരു ഗോളിന് തോൽപ്പിച്ച് സ്പെയിൻ ഫിഫ ലോകകപ്പ് വിജയം നേടിയ നിമിഷം. സ്പെയിൻ ടീമിൻ്റെയും ആരാധകരുടെയും വിചാരങ്ങൾക്കും അർജന്റീനയുടെയും മെസ്സി ഫാൻസിൻ്റെയും ആഹ്ലാദങ്ങൾക്കുമിടയിലൂടെ തനിക്ക് കിട്ടിയത് സ്വർണ്ണ മെഡലും കൈയുയർത്തി ഗാലറിയിലേക്ക് നോക്കിക്കൊണ്ട് ഗ്രൗണ്ടിൻ്റെ അരികിലൂടെ ഒരാൾ ഓടിക്കുകയാണ്. അയാളുടെ പേരാണ് നിക്കോ വില്യംസ്, ആഫ്രിക്കൻ വംശജനായ സ്പാനിഷ് ഫുട്ബോൾ ടീം അംഗം. ഇക്കഴിഞ്ഞ ജൂലൈ 12 ഗാഡ്ലാന പെരുന്നാൾ ആഘോഷിച്ചിറങ്ങി. മകനെ എന്ന വിളിയുമായി ഗാലറിയിൽ നിന്ന് ഇരു കൈകളും നീട്ടി നിന്ന മരിയ ആർത്തർ എന്ന അവൻ്റെ അമ്മയെ കണ്ടതും നിറഞ്ഞണിഞ്ഞ മെഴുകളോട് നിക്കോ തൻ്റെ മെഡൽ അമ്മയുടെ കഴുത്തിൽ ചാർത്തി. ചുറ്റും കുറഞ്ഞ ചാനലുകളോട് അവൻ പറഞ്ഞു, കളിക്കളത്തിൽ എനിക്ക് വളരെയധികം ഓടാൻ കഴിയും, എന്നാൽ എനിക്കെൻ്റെ അമ്മയോളം വേഗത്തിൽ ഓടാനാവില്ല. കാരണം ജന്മനാടായ ആഫ്രിക്കയിലെ ഗാനയിൽ നിന്ന് രക്ഷപ്പെട്ട് സഹാറ മരുഭൂമി താണ്ടിയാണ് അമ്മയും അച്ഛനും സ്പെയിനിലെത്തിയത്. അതിനാൽ എൻ്റെ അമ്മയ്ക്കാണ് ഈ മെഡലിന് എന്നേക്കാളും അർഹത. പ്രിയ കൂട്ടുകാരെ, ലോകം കോരിത്തെറിഞ്ഞെന്ന അനുഭവ നിമിഷമാണിത്. നിക്കോ പറഞ്ഞത് സത്യമാണ്. വെറും 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ആഫ്രിക്കയിലെ ഗാനയിൽ നിന്ന് അഭയാർത്ഥികളായി സഹാറ മരുഭൂമി കാൽനടയെ നടന്ന് സ്പെയിനിലെത്തിയ ഫെലിക്സ് വില്യംസിൻ്റെയും മരിയ ആർത്തറിൻ്റെയും മക്കളാണ് സ്പെയിൻ നാഷണൽ ഫുട്ബോൾ ടീം അംഗങ്ങളായ ഇനാക്കി വില്യംസും നിക്കോ വില്യംസും. നിക്കോയുടെ കഥ കേട്ടപ്പോൾ ഗാനയിൽ നിന്ന് സഹാറ മരുഭൂമി വഴി സ്പെയിനിലെത്താനുള്ള ദൂരം ഗൂഗിൾ മാപ്പിലൂടെ കണ്ടെത്താൻ ശ്രമിച്ചു നോക്കി. 5700 മുതൽ 6000 കിലോമീറ്റർ ദൂരം ഗൂഗിൾ മാപ്പിലൂടെ കണ്ടെത്താൻ ദൂരമാണ് ആ മാതാപിതാക്കൾ നടന്നത്. കാൽനടയായി നടന്നാൽ ഏകദേശം 130 മുതൽ 150 ദിവസങ്ങളുടെ നിർത്താനാക്കണം ഈ ദൂരം പൂർത്തിയാവാൻ. ഒരുപക്ഷെ അവർ ഗാനയിൽ നിന്ന് അൾജീരിയയിലൂടെ സഹാറ കടന്ന് ഒറാനിൽ നിന്ന് കപ്പൽ കയറി അരീക്കാൻ്റെ തീർത്തെറിഞ്ഞ് ആഗോസ്റ്റിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാക്കും. അല്ലെങ്കിൽ വെസ്റ്റ് സഹാറ വഴി കടന്ന് മൊറോക്കോ കടന്ന് ജിബ്രാൾട്ടർ കടലിടുക്കിലൂടെ സ്പെയിനിലെത്തിയിട്ടുണ്ടാകും. കൂട്ടുകാരെ, നിങ്ങളുടെ പിന്നിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കൾ നടന്നു നിർത്ത പിന്നിലേക്ക് എത്രയെന്ന് എത്ര പേർക്കറിയാം? എൻ്റെ മാതാപിതാക്കളും നിങ്ങളുടെ മാതാപിതാക്കളും ജീവിതത്തിൽ നിരവധി സഹാറ മരുഭൂമി യാത്രകൾ നടത്തിയിട്ടുള്ളവരാണ്. ഓർച്ച ആഫ്രിക്കയിൽ സഹാറ മരുഭൂമിയിൽ പലപ്പോഴും 60 ഡിഗ്രിയാണ് ചൂട്. ചുറ്റുകൊള്ളുന്ന മണൽപ്പരപ്പിലൂടെ കൊടിയ വിശപ്പും ദാഹവും സഹിച്ച് എത്തിച്ചേർന്ന കാനാൻ നാട്ടിൽ തേനും പാലും ഒഴുകണേ എന്ന് ഓരോ ചിലത്തിലും പ്രാർത്ഥിച്ച് ഉയർത്തെടുത്ത് തന്നത് നിക്കോയുടെ മാതാപിതാക്കൾ മാത്രമല്ല, നമ്മുടെ മാതാപിതാക്കളാണ്. കടബാധ്യതകളുടെയും രോഗങ്ങളുടെയും പരാജയ ഭീതിയുടെയും ജീവിതഭാണ്ഡങ്ങളുമായി ജീവിതത്തിൻ്റെ സഹാറ താണ്ടുന്ന നമ്മുടെ മാതാപിതാക്കളുടെ ഈ ജീവിതയാത്രയിൽ സ്നേഹത്തിൻ്റെ തേനരുവികളും സത്യസന്ധതയുടെ വെണ്ണേർ തണലും വിശ്വസ്തയുടെ ദീപസ്തംഭങ്ങളുമാകാൻ മക്കളായി നമുക്ക് അറിയണം. അവരുടെ അധ്വാനത്തിൻ്റെ അളവറിയണം. അവർ നമുക്കായി താണ്ടിയ സഹാറകളോട് ദൂരമറിയണം. അപ്പോൾ എൻ്റെ പൊന്നായി അമ്മയോടും വരില്ല ഈ പൊന്നിൻ്റെ മെഡൽ എന്ന് തിരിച്ചറിഞ്ഞ നിക്കോയെ പോലെ നമ്മുടെയും കഠിനാധ്വാനത്തിൻ്റെ സ്ഥിരപരിശ്രമത്തിൻ്റെ വേർത്തുള്ളിയേർപ്പവച്ച ജീവിതമാകുന്ന മെഡൽ ഉയർത്തി നമുക്കും പറയാൻ കഴിയും, അമ്മ പൊന്നമ്മയല്ലമ്മേ, തങ്കമ്മയാണ്. തൻ്റെ തങ്കം കൊണ്ടെൻ്റെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ച എൻ്റെ തങ്കമ്മ. സ്നേഹാശംസകളോടെ സ്വന്തം കൊച്ചേട്ടൻ.